ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫാളിംഗ് ഇൻ യുവർ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 16 ആണ്. ഈ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ടീം ഹരാഷിയുമായി ഗെയിംസ് എല്ലാം കളിച്ച് അവർ വിജയിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോഴായിരുന്നു ടോം നേരെ ലിയെ കാണുന്നത്. ലിയെ കണ്ടതും അവളൊന്ന് ജലസ് ചെയ്യിപ്പിക്കണമെന്നെല്ലാം കരുതി ചെക്കിനെ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചെക്കിനോട് പറയുന്നുണ്ട്, ഒന്ന് അടുത്തേക്ക് വാ, നിന്റെ കണ്ണിൽ എന്തോ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ്, പൊടി ഞാൻ തട്ടിത്തരാം എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് അതെല്ലാം ചെയ്യുന്നതാണ്. ഇത് കാണുന്ന ലേ ആണെങ്കിലോ അവളുടെ കയ്യിലുള്ള ഫ്ലവർ എല്ലാം എടുത്ത് താഴെ ഇടുന്നുണ്ട്. അതേസമയം ചെക്ക് വിളിച്ചുകൊണ്ട്, നീ ഒന്ന് വിടുട്ടോ, ഞാനൊന്ന് അവളുടെ അടുത്തേക്ക് പോകട്ടെ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴാണ് കാണിക്കുന്നത് ഇതെല്ലാം അവനെ പിടിച്ചു വെച്ച് അവൾ സ്വപ്നം കണ്ടതായിരുന്നു എന്നതെല്ലാം. അങ്ങനെ ടോങ്ങും അവളും സംസാരിക്കുന്നിടെ നേരെ ടോങ് വന്ന്, ഞാൻ ഇവിടെ നിന്ന് പോകാണ് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് നേരെ പോകുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ചെക്കിന് മനസ്സിലാകുന്നുണ്ട് അവൾക്ക് അല്പം അസൂയെല്ലാം ഉണ്ട് എന്നെല്ലാം. അതേസമയം നേരെ റെസ്റ്റ് റൂമിൽ പോയി അവൾ നേരെ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ട്. എൻ്റെ ക്രിമിനൽ മൈൻഡ് ഓൺ ആയിട്ടുണ്ട്. പല ഫിലിമിലും കാണിക്കുന്ന പോലെ ഇന്ന് അവളുടെ മുമ്പിൽ ഞാൻ ചെക്കിനെ പിടിച്ചു വെച്ചു, എന്നിട്ട് എന്തൊക്കെയോ സ്വപ്നം കണ്ടു എന്നെല്ലാം അവളോട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയമായിരുന്നു അവൾ കൊടുത്ത ഫ്ലവേഴ്സ് എല്ലാമായി അവൻ നേരെ വരുന്നത്. എന്നിട്ട് ഫാറ്റിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ഫാറ്റിയും അവരും ഇത്ര വലിയ ഫ്ലവറോ എന്നെല്ലാം പറഞ്ഞ് നെട്ടുന്നുണ്ട്. അതേസമയം ലോയോ എല്ലാവരും കൂടി ഇവർക്ക് ആർക്കോ എന്തൊക്കെയോ അസൂയെല്ലാം വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് ടോങ്ങിനിട്ട് കളിയാക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ചെങ്ങാണെങ്കിലോ ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അവൾ വെറുതെ എന്നെ കാണാൻ വന്നതാ എന്നെല്ലാം പറഞ്ഞ് ടോങ്ങിനെ ആശ്വസിപ്പിക്കാനെല്ലാം നോക്കുന്നുണ്ട്. അതേസമയം അവളെ വിടാതെ ഗേൾഫ്രണ്ട് അല്ലാതെ ആരാണ് ഇങ്ങനെ വലിയ ഫ്ലവേഴ്സ് എല്ലാം കൊണ്ടുവരിക എന്നെല്ലാം പറഞ്ഞ് അവരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ടോങ് ആണെങ്കിലോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എനിക്കിവിടെ ഒരു ജലസും ഫീൽ ചെയ്യുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവളുടെ മുഖം എന്തോ പോലെയായിരുന്നു. ഇതെല്ലാം ചെന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതേസമയമായിരുന്നു ലീ നേരെ ടോങ്ങിനെ കാണാനായി വന്നത്. നല്ല ഫുഡാണ്, നീ ഗെയിംസ് കളിക്കാൻ പോകുന്നതല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം കണ്ട് ജലസായി ചെങ്ങ് അവിടെ നിന്ന് എഴുന്നേറ്റ് അവരോട്, എന്താണ് നിന്നോട് ഞാൻ ഇവിടെ വരാൻ പാടില്ല, ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാണ് എന്നെല്ലാം കൊറിയയിൽ സംസാരിക്കുന്നുണ്ട്. ഇവൾക്ക് ആർക്കും കൊറിയ അറിയില്ല എന്നുള്ളതിൽ വളരെയധികം സമാധാനവും ഉണ്ടായിരുന്നു ചെങ്ങിന്. അങ്ങനെ ജലസ് കാരണം അവൻ അവിടെ നിന്ന് അവനെ പറഞ്ഞയക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന അവരെല്ലാവരും പറയുന്നുണ്ട്, ഇവിടെ ആർക്കാണിപ്പോൾ ജലസ്, ഒന്നും തന്നെ മനസ്സിലാകുന്നില്ലല്ലോ എന്നെല്ലാം സംസാരിക്കുന്നുണ്ട്. അതേസമയം അവൻ കൊടുത്ത ഭക്ഷണം കാണുന്ന ചെങ് പറയുന്നുണ്ട്, നീ എന്തിനാ ഇത്രയും ഭക്ഷണം കഴിക്കുന്നത്, ഇത്ര ഭക്ഷണം കഴിക്കുന്നതൊന്നും നല്ലതല്ല എന്നെല്ലാം പറയുമ്പോൾ ഇത് നല്ല ഭക്ഷണമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് അവളോട് ദേഷ്യം പിടിച്ച് ചെങ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത റൗണ്ട് സ്റ്റാർട്ടാകുന്നതും അതിലും അവർ തന്നെ ജയിക്കുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുന്നതും ആ സ്റ്റേജിൽ തന്നെ ഫാറ്റി നേരെ ടോങ്ങിൻ്റെ ചെരുപ്പെല്ലാം ചവിട്ടി അവൾ അത് പൊട്ടി വികാരെല്ലാം പോകുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ചെങ്ങാണെങ്കിൽ നേരെ അത് സ്റ്റേജാണെന്ന് വരെ ഓർക്കാതെ അവൾ നേരെ എടുത്ത് പൊക്കുന്നതെല്ലാം ഉണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കണ്ടും നോക്കി അവിടെ നിന്ന് കറങ്ങി നല്ല റൊമാൻസ് എല്ലാം കാണിക്കുന്നതെല്ലാം ഉണ്ട്. അതേസമയം ഇതെല്ലാം കാണുന്ന അവരെല്ലാവരും നെട്ടുന്നുണ്ട്. എന്നിട്ട് ടോങ് പറയുന്നുണ്ട്, നീ എവിടെ ഇറക്കിയേക്ക്, എനിക്ക് ന്യൂസിൻ്റെ അങ്ങോട്ടേക്ക് പോകണം എന്നെല്ലാം പറയുമ്പോഴും യാതൊന്നും മിണ്ടാതെ അവൻ അവളെ എടുത്ത് അവിടേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ലീക്കും എന്തോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഗെയിമിലെ ബെസ്റ്റ് പ്ലെയറായ ടോങ്ങിനോട് അവർ ചെക്കിൻ്റെയും ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ അതിൻ്റെ ചെരുപ്പ് പൊട്ടിയത് കാരണമാണ് എന്നെല്ലാം പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറാനായി നോക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവൾക്ക് നേരെ ചെരുപ്പെടുക്കാനുമായി എല്ലാവർക്കും ഒന്ന് ഷോപ്പിംഗ് ചെയ്യാനായി എല്ലാവരും പുറത്തേക്കെല്ലാം പോകുന്നുണ്ട്. അതേസമയം അവിടെ നിന്ന് രണ്ട് സ്റ്റാഫ് ചെക്കിനെയും ലിയയെയും പറയുന്നത് പറ്റി കേൾക്കുന്ന ടോങ്ങിനാണെങ്കിൽ ഒരുപാട് ദേഷ്യമെല്ലാം തോന്നുന്നുണ്ട്. അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ലിയ വന്ന്, ഇനി പർച്ചേസ് എല്ലാം കഴിഞ്ഞില്ലേ, ഇനി നീ എൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വരുമോ എന്നെല്ലാം ചോദിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന ചെക്കാണെങ്കിലോ എനിക്ക് ഇപ്പോഴും അല്പം പണിയുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഗുഡ് ബൈ എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന അവൾക്കാണെങ്കിൽ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അങ്ങനെ നേരെ വീട്ടിൽ വന്നതും ചെങ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്,
ചെങ്ങിനോട് ആരൊക്കെയോ മെസ്സേജ് അയച്ച് ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ചെങ് നേരെ ടോങ്ങിനെ കാണിച്ചു കൊടുത്ത് എന്നെക്കാളും ഗെയിം കളിക്കാൻ അറിയുന്നവളായിരിക്കണം, ടോങ് എൻ്റെ കൂടെ ഗെയിം കളിക്കാനുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴൊന്നും മരിക്കണ്ട എന്നെല്ലാം പറഞ്ഞു ടോങ് കളിക്കാനില്ല എന്നെല്ലാം പറയുന്നതും അവർ 4 പേരും അവളെ വിടാതെ ഗെയിം കളിക്കും, ഇന്ന് ഗെയിമിൽ തോൽക്കുന്ന ആളായിരിക്കും ഒരാഴ്ചത്തേക്ക് നമുക്ക് ഭക്ഷണം വാങ്ങിത്തരണം എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് പേടിച്ച് അവളാണെങ്കിൽ അവൻ്റെ കൂടെ ഗെയിം കളിക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെഗ് വിജയിക്കുന്നെല്ലാം ഉണ്ട്. സെക്കൻഡ് റൗണ്ടിൽ അവന് പാവം തോന്നി അവളെ ഒന്ന് വിന്നറെല്ലാം ആക്കുന്നെല്ലാം ഉണ്ട്. അങ്ങനെ ഇനിയുള്ള റൗണ്ടിൽ ആകെ ഒരു റൗണ്ടാണുള്ളത്. ഇതിൽ 2 പേരും തുല്യതയിൽ നിൽക്കുന്നത് കാരണം ഈ റൗണ്ടിൽ ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും വിന്നർ. അങ്ങനെ ആ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലാണെങ്കിലോ ചെങ് വിട്ടുകൊടുക്കാതെ നല്ലോണം കളിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ടോങ്ങിനാണെങ്കിൽ ഒരുപാട് പേടി തോന്നുന്നുണ്ട്. അവരാണെങ്കിൽ നീ നല്ലോണം കളിക്കും, നീ നല്ലോണം കളിക്കും, നീ തന്നെ ജയിക്കും എന്നെല്ലാം പറഞ്ഞാൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതും ഉടനെ തന്നെ അവൾ തന്നെ ഈ ഗെയിമിൽ ജയിക്കുന്നുണ്ട്. അവരെല്ലാവരും സന്തോഷത്തിൽ ഒരാഴ്ച നമ്മളുടെ ഭക്ഷണം ചെങ്ങ് തന്നെ വാങ്ങിത്തരും എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം ചെങ്ങിനൊരു കോളെല്ലാം വരുന്നുണ്ട്. ലിയ ആയിരുന്നു. ലിയ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, നിനക്ക് എന്നെ ഇഷ്ടമില്ല, നീ അവസാനമായി എന്നെ ഒന്ന് കാണാൻ വരണം എന്നെല്ലാം പറയുന്നതും ചെങ് സമ്മതിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ടോങ് നേരെ വന്ന് ആരാണ് ഫോണിൽ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ലിയയാണ്, അവൾക്ക് എന്നെ അവസാനമായി കാണണമെന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഡേറ്റിംഗ് ഒക്കെ ചെയ്തതോ? അതൊക്കെ ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു നിർത്തി, എനിക്കിപ്പോൾ അവളോട് യാതൊരു ബന്ധവുമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ ചെങ് പാട്ട് കേൾക്കുകയാണ് എന്നുള്ള ധൈര്യത്തിൽ നേരെ ടോങ് പറയുന്നുണ്ട്, എനിക്ക് നീ അവളുമായി റിലേഷനിലാകുന്നത് ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ചെങ്ങാണെങ്കിലോ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.